ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 10 കെമിസ്ട്രിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി കോമൺ സബ് ഷെൽ പ്രസൻറ്റ് ഇൻ ഓൾ ഷെൽ? എല്ലാ ഷെല്ലിലും കാണപ്പെടുന്നതായിട്ടുള്ള കോമൺ സബ് ഷെൽ ഏതാണ് എസ് സബ് ഷെൽ. വാട്ട് ഈസ് ദി മാസ് ഓഫ് 224 ലിറ്റർ CO2 അറ്റ് STP? CO2 അറിയാലോ, കാർബൺ ഡൈ ഓക്സൈഡ്. അതിൻ്റെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ വോളിയം ബൈ 22.4 ലിറ്റർ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് വേണം. ഒരെണ്ണം നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ഗിവൺ വോളിയം ബൈ 22.4ഉം അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ബൈ മോളിക്കുലർ മാസ്. മോളുകളുടെ എണ്ണം ഈക്വൽ തന്നിരിക്കുന്ന വ്യാപ്തം ബൈ 22.4. നമ്പർ ഓഫ് മോളുകളുടെ എണ്ണം ഈക്വൽ മാസ് ബൈ മോളിക്കുലർ മാസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ഗിവൺ വോളിയം ബൈ 22.4 ലിറ്ററിൽ നമുക്ക് തന്നിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഗിവൺ വോളിയം തന്നിരിക്കുന്ന വ്യാപ്തം എത്രയാണ്? 224 by 22.4. അപ്പം നമുക്ക് എത്ര കിട്ടും? ഈക്വൽ 10 മോൾസ് കിട്ടും. അപ്പോൾ 10 മോൾസ് കിട്ടി. ഇനി എന്താണ്? നമുക്ക് മാസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് മോൾസിൻ്റെ എണ്ണം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 10 ഈക്വൽ മാസ് ബൈ മോളിക്കുലർ മാസ് ആണ്. മാസ് നമുക്ക് അറിയത്തില്ല, മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 44 ആണ്. ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് മാസ് ഈക്വൽ 44 ഇൻറ്റു 10 എന്ന് വരും. മാസ് ഈക്വൽ 44 ഇൻറ്റു 10. കാരണം ഇവിടെ ഡിവൈഡ് ആയിട്ടാണ് കിടക്കുന്ന 44. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇൻറ്റു, അപ്പോൾ 44 ഇൻറ്റു 10. അപ്പം നമുക്ക് മാസ് എത്ര കിട്ടും? 440 ഗ്രാം എന്ന് കിട്ടും. 440 ഗ്രാം എന്ന് കിട്ടും മാസ്. അവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യന് മാസ് കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷെ നമുക്ക് 224 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STPയിലുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മോൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. അങ്ങനെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ഗിവൺ വോളിയം ബൈ 22.4. അപ്പോൾ 224 ബൈ 22.4 നമുക്ക് 10 മോൾസ് കിട്ടും. നമുക്ക് വേറൊരു ഇക്വേഷനും അറിയാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ബൈ മോളിക്കുലർ മാസ്. ഇവിടെ നമുക്ക് മോൾസിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാസാണ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ മാസ് ഈക്വൽ 44 ഇൻറ്റു 10 ഈക്വൽ 440 ഗ്രാം എന്ന് നമുക്ക് കിട്ടും. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി അറ്റോമിക് നമ്പർ ഓഫ് ദി എലമെന്റ് ഹാവിംഗ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 3d3 4s1? അതിനായിട്ട് നമ്മൾ എന്താ ചെയ്താൽ മതി? ആർഗണിൻ്റെ 18, ഈ 3, ഈ 1 കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് ഈ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ കിട്ടും 22 എന്ന് കിട്ടും. 4, വിച്ച് ഓഫ് ദി ഫോളോയിങ് സബ്ഷെൽ ഈസ് നോട്ട് പോസിബിൾ? ഏത് സബ്ഷെല്ലാണ് പോസിബിൾ അല്ലാത്തത്? ഏതാണ്? 3D പോസിബിൾ ആണ്, 3P പോസിബിൾ ആണ്, 4F പോസിബിൾ ആണ്. ഏതാണ് പോസിബിൾ അല്ലാത്ത? 3F ആണ് പോസിബിൾ അല്ലാത്ത സബ്ഷെല്ല്. 3F ആണ് പോസിബിൾ അല്ലാത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് സാമ്പിൾസ് തന്നിട്ടുണ്ട് ഈ ചോദ്യത്തിൽ. ആദ്യം H2SO4ൻ്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ സൾഫറിൻ്റെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് നമുക്ക് ഇവിടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ മോളിക്കുലർ മാസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. അവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 1 ഇൻറ്റു 2 പ്ലസ് സൾഫറിൻ്റെ 32 ആണ് അറ്റോമിക് മാസ്, 32 പ്ലസ് 16 ആണ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ്, 16 ആണ് ഇൻറ്റു എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് 98 ഗ്രാം എന്ന് കിട്ടും. 98 ഗ്രാം എന്ന് വരും. മോളിക്കുലർ മാസ് ഓഫ് H2SO4 എത്രയാണ്? 98 ഗ്രാം. റൈറ്റ് ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ സാമ്പിൾ സി. അതാണ് ബി ക്വസ്റ്റ്യൻ. അപ്പോൾ സാമ്പിൾ സി എന്ന് പറയുന്നത് O2 ആണ്. O2യിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കൂ, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ O2. O2 എന്ന് പറയുമ്പോൾ എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസ് ഉണ്ട് അല്ലേ?
അപ്പോൾ 2 ഇൻറ്റു അവഗാഡോ നമ്പർ ചെയ്യുന്നതാണ് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു എൻ എന്ന് വരും. 2 ഇൻറ്റു എൻ ആണ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത്. എത്ര ആറ്റം ഉണ്ടെന്ന് നോക്കുക, അതിൻ്റെ കൂടെ അവഗാഡോ നമ്പറും കൂടെ ഇൻറ്റു ചെയ്യുന്നതാണ് നമുക്ക് അതിൻ്റെ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നത്? ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന എത്ര ആറ്റം ഉണ്ടോ എന്ന് നോക്കുക, അതിൻ്റെ കൂടെ അവഗാഡോ നമ്പറും കൂടെ ഇൻറ്റു ചെയ്താൽ മതിയാവും. മൂന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദി സാമ്പിൾസ് ഹാവിങ് ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ്. ആറ്റങ്ങളുടെ എണ്ണം ഒരുപോലെ വരുന്ന സാമ്പിൾസ് ഏതൊക്കെയാണ്? സാമ്പിൾ എ നോക്ക്, 2 ആറ്റങ്ങളേ ഉള്ളൂ. N2 എന്ന് പറഞ്ഞാൽ 2 ആറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ആറ്റങ്ങളുടെ എണ്ണം 2 ഇൻറ്റു എൻ. നമ്മൾ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുമ്പോൾ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ കൂടെ അവഗാഡോ നമ്പറും കൂടെ ഇൻറ്റു ചെയ്യണം. 2 ഇൻറ്റു എൻ ആണ് സാമ്പിൾ എ എന്ന് പറയുന്നത്. ഇനി സാമ്പിൾ ബി എന്ന് പറയുന്നത് H2SO4. അതിൽ എത്ര എണ്ണം ഉണ്ട്? 2 ഹൈഡ്രജൻ പ്ലസ് 1 സൾഫർ, 3 പ്ലസ് 4 ഓക്സിജൻ, അപ്പോൾ 7. അപ്പോൾ 7 ഇൻറ്റു എൻ, 7 ഇൻറ്റു എൻ എന്ന് വരും സാമ്പിൾ ബിയുടെ ആറ്റങ്ങളുടെ എണ്ണം. ഇനി സിയോ 2 ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ വരും? 2 ഇൻറ്റു എൻ, 2 ഇൻറ്റു എൻ. സാമ്പിൾ ഡിയോ, അതിൽ 1 നൈട്രജനും 3 ഹൈഡ്രജനോ, അങ്ങനെ മൊത്തത്തിൽ എത്ര ആറ്റം ഉണ്ട്? 4 ആറ്റം ഉണ്ട് സാമ്പിൾ ഡിയിൽ. അപ്പോൾ 4 ഇൻറ്റു എൻ എന്ന് വരും. 4 ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ അവഗാഡോ നമ്പർ. അപ്പോൾ ഏത് സാമ്പിൾസിനാണ് ഒരേപോലെ ആറ്റങ്ങളുടെ എണ്ണം വരുന്നത്? എയ്ക്കും സിക്കും. ഏതൊക്കെയാ? എയും സിയും. മനസ്സിലായോ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നോക്കുക, അതിനകത്ത് എത്ര ആറ്റങ്ങളുണ്ട് അവരുടെ കൂടെ അവഗാഡോ നമ്പറും കൂടെ ഇൻറ്റു ചെയ്ത് എഴുതി വെക്കുന്നതാണ് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. മോളിക്കുലർ മാസ് സൾഫ്യൂരിക് ആസിഡിൻ്റെ H2SO4ൻ്റെ 98 ഗ്രാം ആണ്. ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ് ഈസ് ടെമ്പറേച്ചർ ആണ്. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിലെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. പുസ്തകത്തിൽ തന്നെ സെൻറ്റൻസ് ഉണ്ട്, ടെമ്പറേച്ചർ ഇസ് ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. അതുപോലെ തന്നെ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ. അപ്പോൾ പ്രഷർ എന്താണ്? ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ. പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. അപ്പോൾ മർദ്ദം എന്താണ്? ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. ഗ്യാസിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. ഓരോ ഗ്യാസിലും ന്യൂമറസ് ആയിട്ടുള്ള മൈന്യൂട്ട് മോളിക്യൂൾസ് ഉണ്ട്. വെൻ കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് എ ഗ്യാസ്, ദി റിയൽ വോളിയം ഓഫ് മോളിക്യൂൾസ് ഈസ് വെരി ലെസ്. നമ്മൾ ഒരു ഗ്യാസിൻ്റെ മൊത്തത്തിലുള്ള വോളിയം കമ്പയർ ചെയ്യുവാണെങ്കിൽ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾസിൻ്റെ റിയൽ വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, വളരെ കുറവായിരിക്കും. ദി മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ. ഗ്യാസ് മോളിക്യൂൾസ് ഇപ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് നിറച്ചിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് ആണെങ്കിൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എല്ലാ ഡയറക്ഷനിലോട്ട് പെട്ടെന്ന് റാൻഡമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് റാൻഡം മോഷൻ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ്, ഇങ്ങനെ റാൻഡമായിട്ട് മൂവ് ചെയ്തിരിക്കുന്ന ഈ ഗ്യാസ് മോളിക്യൂൾ എന്ത് ചെയ്യും? അവർ തമ്മിൽ കൂട്ടിയിടിക്കും. ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ, ഓൾസോ കൊളൈഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് കെപ്റ്റ്. നമ്മൾ എന്തിലാണോ ഇട്ടിരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ വാളിലും ചെന്ന് ഈ ഗ്യാസ് മോളിക്യൂൾ ചെന്ന് ഇങ്ങനെ കൂട്ടി ഇടിക്കും. ദിസ് കൊളീഷൻ വിത്ത് ദി വാൾസ് അക്കൗണ്ട് ഫോർ ദി പ്രഷർ ഓഫ് ഗ്യാസ്. ഈ ഒരു കൂട്ടിയിടിയാണ്, കൊളീഷൻ കാരണമാണ് ഗ്യാസിന് പ്രഷർ അനുഭവപ്പെടുന്നത്. ആസ് ദി കൊല്യൂഷൻ ഓഫ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഇവിടെ മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ടെങ്കിലും അവിടെ എന്ത് സംഭവിക്കുന്നില്ല? എനർജി ഒന്നും നഷ്ടപ്പെടുന്നില്ല. മോളിക്യൂൾസ് അങ്ങോട്ട് പോകുന്നു, അത് തിരിച്ച്
വരുന്നു. അങ്ങനെ അങ്ങനെ കൂട്ടിയിടിച്ചാണ് ഇവിടെ ഗ്യാസ് മോളിക്യൂൾസ് ഒരു കണ്ടെയ്നറിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ എനർജി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് വിത്ത് ദി വാൾ ഓഫ് ദി കണ്ടെയ്നർ. കണ്ടെയ്നറിനകത്താണ് നമ്മൾ ഗ്യാസ് മോളിക്യൂൾ നിറച്ചിരിക്കുന്നതെങ്കിൽ ആ കണ്ടെയ്നറും അതുപോലെ തന്നെ ഗ്യാസ് മോളിക്യൂളും തമ്മിൽ ഒരു അട്രാക്ഷനും ഇല്ല. ഈ താഴത്തെ ഈ ബോക്സും കൂടെ ശ്രദ്ധിക്കുക. എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എനർജി വെരി ഹൈ ആണ്. മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും എന്താണ്, വെരി ഹൈ ആണ്. അവരെന്താണ്, ഒരുമിച്ചാണോ നിൽക്കുന്നത്? അല്ല, വേ ഫ്രം ഈച്ച് അതർ, ഓരോന്നും ദൂരെ മാറിയാണ് നിൽക്കുന്നത്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് വെരി ഹൈ ആണ്. അവർക്ക് നല്ല സ്വാതന്ത്ര്യമായിട്ട് അവിടെ ഇവിടെ എല്ലാം പോയി നടക്കാം. അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടോ? ഇല്ല, വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ഇവിടെ തന്നെ പറഞ്ഞത് ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് വിത്ത് ദി വാൾ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലും അതുപോലെ തന്നെ കണ്ടെയ്നറിൻ്റെ വാളും തമ്മിലും ഒരു അട്രാക്ഷനും ഇല്ല. വാതകങ്ങളെ പറ്റിയുള്ള ഏതാനും ചില പ്രസ്താവനകൾ നമുക്ക് പഠിക്കാം. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മമായ അനേക തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേക തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തി വളരെ നിസ്സാരമാണ്. ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തിയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തി വളരെ നിസ്സാരമാണ്. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. വാതകത്തിലെ തന്മാത്രകൾ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് എല്ലാ ദിശകളിലും എല്ലാ ഡയറക്ഷനിലേക്കും റാപ്പിഡായിട്ട് റാൻഡം മോഷൻ നടത്തും, നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രമരഹിതമായ ഈ ചലനത്തിൻ്റെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് തമ്മിൽ മോളിക്യൂൾസുകൾ അല്ലെങ്കിൽ തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു, കൊളൈഡ് ചെയ്യുന്നു. വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഭിത്തികളിലും ചെന്നിരിക്കുന്നു. നമ്മളൊരു കണ്ടെയ്നറിലാണ് ഈ വാതകം നിറച്ചിരിക്കുന്നതെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ ആ പാത്രത്തിൻ്റെ ഭിത്തികളിലും വാളിലും ചെന്ന് ഇടിക്കുന്നു. ഇതിൻ്റെ ഫലമായി വാതകമർദ്ദം അനുഭവപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി നമ്മൾ ഗ്യാസിന് പ്രഷർ അനുഭവപ്പെടുന്നു, വാതകമർദ്ദം അനുഭവപ്പെടുന്നു. അപ്പോൾ വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. വാതക തന്മാത്രകൾക്ക് എന്ത് സ്വഭാവമാണുള്ളത്? ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജനഷ്ടം, ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. വാതക തന്മാത്രകളും തമ്മിൽ വാതക തന്മാത്രകളുടെ പാത്രത്തിൻ്റെ ഭിത്തിയിലും തമ്മിൽ ആകർഷണം തീരെയില്ല. വാതക തന്മാത്രകളും തമ്മിൽ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലും വാതക തന്മാത്രകളും വെച്ചിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വാളുകളും പാത്രത്തിൻ്റെ ഭിത്തികളും തമ്മിൽ ഒരു ആകർഷണവും ഇല്ല. വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലാണ്. എനർജി ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഊർജ്ജം വളരെ കൂടുതലാണ്. തന്മാത്രകൾ തമ്മിലുള്ള അകലവും തന്മാത്രകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും വളരെ കൂടുതലാണ്. തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം, മൂവ് ചെയ്യാനുള്ള ഫ്രീഡവും വളരെ കൂടുതലാണ്. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, അട്രാക്റ്റീവ് ഫോഴ്സ് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ളത് വളരെ കുറവാണ്, വെരി ലോ ആണ്. ഗ്യാസ് മോളിക്യൂൾസ് തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 270 ഗ്രാം ഓഫ് C6H12O6? 270 ഗ്രാം ഗ്ലൂക്കോസ് ആണ് C6H12O6 എന്ന് പറയുന്നത് ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം, തന്മാത്രകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്പർ ഓഫ് GMM കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് GMM എന്ന് പറയുന്നത് ഗ്രാം മോളിക്കുലർ മാസ് ഈക്വൽ ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ആണ്. അപ്പോൾ GMM കണ്ടുപിടിക്കുന്നത് തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. ഇവിടെ നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. C6H12O6 ആണ്. 12 ആണ് കാർബണിൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ 12 × 6 6 കാർബൺ ആറ്റം ഉണ്ട്, പ്ലസ് 1 ആണ് അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ 1 × 12 ഹൈഡ്രജൻ ആണ്. ഇപ്പോൾ 1 × 12 പ്ലസ് 6 ആണ് ഇവിടുത്തെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. അപ്പോൾ 16 × 6. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈക്വൽ 180 എന്ന് കിട്ടും. 180 ഗ്രാം എന്ന് കിട്ടും മോളിക്കുലർ മാസ്. 180 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാം ആയി. ഗിവൺ മാസ് തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. 270 ഡിവൈഡ് ബൈ
മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചു 180. അപ്പോൾ നമുക്ക് 1.5 എന്ന് കിട്ടും ഉത്തരം. അപ്പോൾ നമ്പർ ഓഫ് GMM എന്ന് പറയുന്നത് 1.5 ആണ്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് GMM കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് GMMൻ്റെ വാല്യൂ ഇൻറ്റു അവഗാഡോ നമ്പർ. നമ്പർ ഓഫ് GMM എത്ര ആണോ അതേ ഇൻറ്റു അവഗാഡോ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്ന് കിട്ടും. 1.5 ഇൻറ്റു NA നമുക്കറിയാം, അതുകൊണ്ട് NA എന്ന് തന്നെ ഇട്ടേച്ചാലും മതി. NA മോളിക്യൂൾസ് എന്നും കൂടെ എഴുതുക. 1.5 ഇൻറ്റു NA മോളിക്യൂൾസ് എന്നും കൂടെ എഴുതുക. അപ്പോൾ അത്രയും മോളിക്യൂൾസ് ഉണ്ട്. 270 ഗ്രാം ഓഫ് C6H12O6ലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് ഇത്. അപ്പോൾ GMMൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എത്ര GMM ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഗീവൺ മാസ്, തന്നിരിക്കുന്ന മാസ് ബൈ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. അതിന് ശേഷം മോളിക്യൂൾസിൻ്റെ എണ്ണം, തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് GMM എത്ര ഉണ്ട് ഇൻറ്റു NA അവഗാഡോ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്ര ആണോ ഉത്തരം അതേ ഇൻറ്റു അവഗാഡോ നമ്പർ മോളിക്യൂൾസ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അടുത്ത ചോദ്യം, അറ്റോമിക് നമ്പർ ഓഫ് കോപ്പർ ഇസ് 29. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് 29. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ. കോപ്പറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഴുതാമല്ലോ. 1s2 2s2 2p6 3s2 3s2 3p6 3p6 4s1 3d10. ഇങ്ങനെയാണ് കോപ്പറിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. ഇത് ഫുൾഫിൽഡ് കോൺഫിഗറേഷനാണ്. അതിന് പകരം 3d9 4s2 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ കോൺഫിഗറേഷൻ കോപ്പറിൻ്റെ തെറ്റാണ്. കോപ്പറിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p6 3s2 3p6 4s1 3d10 ആണ്. 3d9 4s2 ആണെങ്കിൽ കോപ്പറിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്. നമുക്ക് 29 തന്നെ അറ്റോമിക് നമ്പർ കിട്ടും, പക്ഷേ ഇങ്ങനെയല്ല കോപ്പറിൻ്റെ കോൺഫിഗറേഷൻ എഴുതുന്നത്. 1s2 2s2 2p6 3s2 3p6 4s1 3d10 എന്നാണ്. അതുപോലെ തന്നെ ക്രോമിയത്തിൻ്റെ കേസും കൂടെ ശ്രദ്ധിക്കണം. ക്രോമിയം 24 ആണ്. അപ്പം അതിൻ്റെ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s1 3d5. ഇങ്ങനെയാണ് ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതെന്താണ്? ഹാഫ് ഫിൽഡ് ആണ്. കാരണം ഡി ഓർബിറ്റലിൽ 5 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അതുകൊണ്ട് ക്രോമിയം ഹാഫ് ഫിൽഡ് ആണ്. കോപ്പർ ഫുള്ളി ഫിൽഡ് ആണ്. ഇപ്പോൾ ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് കറക്റ്റ് രീതി. അല്ലാതെ 3d4 4s2 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. 3d4 4s2 അപ്പോഴും അറ്റോമിക് നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് ഇത്രയെല്ലാം തന്നിട്ട് 3d4 4s2 ആണെങ്കിൽ അറ്റോമിക് നമ്പർ 24 തന്നെയാണ്. പക്ഷേ ഈ രീതി കറക്റ്റ് അല്ല ക്രോമിയത്തിൻ്റെ കേസിൽ. ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന 1s2 2s2 2p6 3s2 3p6 4s1 3d5. കോപ്പറിൻ്റെ 1s2 2s2 2p6 3s2 3p6 4s1 3d10. അപ്പോൾ ഈ രണ്ട് കേസ് ഒന്ന് ഓർത്തിരുന്നോണം. ഏതാണ് വരാത്തത്? 3d4 4s2 ക്രോമിയത്തിൻ്റെ കേസിൽ വരത്തില്ല. അതുപോലെ തന്നെ കോപ്പറിൻ്റെ കേസിൽ 3d9 4s2 എന്നും വരത്തില്ല. അതിന് പകരം 3d10 4s1 എന്നേ വരത്തുള്ളൂ. അതുപോലെ തന്നെ 3d5 4s1 എന്ന് വരത്തുള്ളൂ. 4s എന്താ മുന്നിൽ എഴുതിയെന്ന് മനസ്സിലായോ? കാരണം എനർജി ആർക്കാണ് കുറവ്? ഡി ഓർബിറ്റലിനേക്കാളും എനർജി കുറവ് എസിനായതുകൊണ്ടാണ്. നമുക്ക് 3d10 4s1 എന്നും എഴുതാം. പക്ഷേ എനർജി കുറവായതുകൊണ്ടാണ് 4s കഴിഞ്ഞിട്ട് 3d എഴുതിയതിൻ്റെ റീസൺ.
ഇനി നമുക്ക് പീരീഡ് നമ്പർ കണ്ടുപിടിക്കാം കോപ്പറിൻ്റെ. എങ്ങനെയാണ് പീരീഡ്? എത്ര സബ്ഷെല്ലുണ്ടെന്ന് നോക്കുക. 1s സബ്ഷെല്ല്, 2ൻ്റെ സബ്ഷെല്ലുണ്ട്, 3ൻ്റെ സബ്ഷെല്ലുണ്ട്, 4ൻ്റെ സബ്ഷെല്ലുണ്ട്. അങ്ങനെ എത്ര ഷെൽസ് ഉണ്ട്? 4 ഷെല്ലുണ്ട്. അപ്പോൾ പീരീഡ് നമ്പർ എന്താണ്? 4. ഇനി ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത് അവസാനത്തെ ഡിയിലും എസ്സിലും ഉള്ള ഇലക്ട്രോൺസുകളെ തമ്മിൽ കൂട്ടിയാണ് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവസാനമുള്ള ഡി പ്ലസ് എസ്, ഡിയിലും എസ്സിലും ഉള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂട്ടുക. അപ്പോൾ എന്താണ്? 10 + 1 11 എന്ന് കിട്ടും. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എന്താണ്? 11 എന്ന് വരും. അതുപോലെ നമുക്ക് ക്രോമിയത്തിൻ്റെ നോക്കാം. ക്രോമിയത്തിൻ്റെ പീരീഡ് എന്താണെന്ന് നോക്കാം. ഏതൊക്കെ സബ്ഷെല്ലുണ്ട്? 1ലുള്ള സബ്ഷെല്ലുണ്ട്, 2ലുള്ള സബ്ഷെല്ലുണ്ട്, 3ൻ്റെ സബ്ഷെല്ലുണ്ട്, 4ൻ്റെ സബ്ഷെല്ലുണ്ട്. അങ്ങനെ അപ്പോൾ മൊത്തത്തിൽ 4 സബ്ഷെല്ലുണ്ട്. അപ്പോൾ എത്ര ഷെല്ലുണ്ടോ അത്രയായിരിക്കും പീരീഡ് നമ്പർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? 4 പീരീഡ് നമ്പർ. എത്ര ഷെല്ലുകളുണ്ടോ അതിന് ഈക്വലാണ് പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ കേസിൽ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? ഡിയിലുള്ളതും എസ്സിലുള്ളതുമായ ഇലക്ട്രോൺസുകളുടെ എണ്ണം കൂട്ടുക. അപ്പോൾ എത്രയാണ്? 1 + 5. ഡിയിലുള്ളതും എസ്സിലും അവസാനത്തെ ഡിയിലും എസ്സിലും ഉള്ള ഇലക്ട്രോൺസുകളുടെ എണ്ണം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും ഏത് ഗ്രൂപ്പ് നമ്പറിലാണ്. അപ്പോൾ ക്രോമിയം ഏത് ഗ്രൂപ്പിലാണ്? 6 ആണ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കോൺഫിഗറേഷൻ്റെ കേസ് കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും വ്യത്യാസമുണ്ട്. കോപ്പറിൻ്റെ 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d10 എന്നാണ് എഴുതുന്നത്. ക്രോമിയത്തിൻ്റെയും 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5 ആണ്. ഇനി പീരീഡ് എങ്ങനെയാണ്? ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ പീരീഡ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എത്ര ഷെല്ലുണ്ടെന്ന് നോക്കുക. ഇവിടെ നോക്കൂ, 1 സബ്ഷെല്ലുണ്ട്, 2ാമത്തെ സബ്ഷെല്ലുണ്ട്, 3ാമത്തെ സബ്ഷെല്ലുണ്ട്, 4ാമത്തെ സബ്ഷെല്ലുണ്ട്. അപ്പോൾ എത്ര ഷെല്ലുണ്ട് അത്രയും ആണ് പീരീഡ് നമ്പർ. അപ്പോൾ ഇവിടെ 4 ഷെല്ലുണ്ട്. അപ്പോൾ പീരീഡ് നമ്പർ എന്തിന് ഈക്വലാണ്? ഷെൽ നമ്പറിന് ഈക്വലാണ്. അപ്പോൾ 4. ഇനി എങ്ങനെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഏത് ഗ്രൂപ്പിലുള്ളതാണെന്ന് കണ്ടുപിടിക്കുന്നത്? അവസാനത്തെ ഡിയിലെയും എസ്സിലെയും ഇലക്ട്രോൺസുകളുടെ എണ്ണം തമ്മിൽ കൂട്ടുക. അവസാനത്തെ ഡിയിലെ എസ്സിലെയും ഇലക്ട്രോൺസ് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത് കിട്ടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് ലോസ് പഠിക്കാം. ബോയിൽസ് ലോ. ബോയിൽ നിയമം: അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അപ്പോൾ ബോയിൽസ് നിയമം, ബോയിൽസ് ലോ എന്ന് പറയുന്നത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ്, ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ, മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമ്പോൾ അവിടെ താപനില സ്ഥിരമായിരിക്കും. അതാണ് ബോയിൽ നിയമം, ബോയിൽസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ PV ഈക്വൽ എ കോൺസ്റ്റന്റ് എന്ന് വരും ഇക്വേഷൻ. PV ഈക്വൽ എ കോൺസ്റ്റന്റ്. PV ഒരു സ്ഥിര സംഖ്യയായിരിക്കും. നമ്മളിവിടെ ഇരുന്ന് പി എന്ന് പറയുന്നത് മർദ്ദം, പ്രഷർ, വി വ്യാപ്തം, വോളിയമാണ്. അപ്പോൾ P × V, PV ഒരു സ്ഥിര സംഖ്യയായിരിക്കും. PV ഈക്വൽ എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ഇക്വേഷൻസ് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ മെയിൻ ഇക്വേഷൻ. P1 V1 = P2 V2. പ്രഷർ തന്നിട്ടുണ്ടെങ്കിൽ വോളിയം V1 V2 തന്നിട്ടുണ്ടെങ്കിൽ P2 കണ്ടുപിടിക്കാൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? P2 ഈക്വൽ P1 V1/V2 എന്ന് വരും. അപ്പോൾ ഏതിൻ്റെ ആയാലും റീഅറേഞ്ച് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. P1 V1 = P2 V2. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സൈസ് ഓഫ് ദി എയർ ബബിൾസ് റൈസിങ് ഫ്രം ദി ബോട്ടം ഓഫ് ആൻ അക്വേറിയം ഇൻക്രീസസ്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദി റീസൺ? ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കുക. അപ്പോൾ ഇതിന് റിലേറ്റ് ചെയ്ത ലോ ഏതാണ്? ബോയിൽസ് നിയമമാണ്, ബോയിൽസ് ലോ ആണ്. അത് എഴുതി വെക്കണം, ശ്രദ്ധിച്ചോണം. ഈ അക്വേറിയത്തിൻ്റെ കേസിൽ വരുന്ന നിയമം ഏതാണ്? ബോയിൽസ് ലോ ആണ്, ബോയിൽ നിയമമാണ്. അപ്പോൾ എന്താണ്?
വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും തോറും എന്താണ് മർദ്ദം കൂടി വരികയാണ്. മർദ്ദം കൂടി വരികയാണ്. മർദ്ദം കൂടി വരുമ്പോൾ എന്താണ് വോളിയം വ്യാപ്തം എന്ത് ചെയ്യും കുറയും അല്ലേ. നമ്മൾ പഠിച്ചു ഇവിടെ വോളിയവും അതുപോലെ തന്നെ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ താഴോട്ട് പോകും തോറും പ്രഷർ കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പോൾ പ്രഷർ കൂടിക്കൂടി വരുമ്പോൾ അവിടെ വോളിയം എന്ത് ചെയ്യും കുറയും. വോളിയം കുറയും എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടുത്തെ ബബിളിൻ്റെ അല്ലെങ്കിൽ വായുകുമിളയുടെ സൈസ് കുറയും. ഇനി അത് മുകളിലോട്ട് വരുംതോറും മർദ്ദം കുറഞ്ഞു വരുന്നു. മർദ്ദം കുറഞ്ഞു വരുമ്പോൾ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കൂടി വരുന്നു. അപ്പോൾ ഇത് ഏത് ലോയ്ക്ക് റിലേറ്റഡ് ആണ്? ബോയിൽസ് നിയമത്തിന് റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരു അക്യൂറത്തിൻ്റെ താഴേക്ക് പോകും തോറും മർദ്ദം കൂടി വരുന്നു. മർദ്ദം കൂടുമ്പോൾ വായു കുമിളയുടെ അല്ലെങ്കിൽ എയർ ബബിളിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നു. അത് മുകളിലോട്ട് വരും തോറും മർദ്ദം കുറഞ്ഞു വരുന്നതിനാൽ വായു കുമിളയുടെ അല്ലെങ്കിൽ എയർ ബബിളിൻ്റെ സൈസ് കൂടി വരുന്നു. ഇതാണ് അതിൻ്റെ കാരണം. അടുത്തത് ചാൾസ് നിയമം, ചാൾസ് ലോ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ the volume of definite mass of gas is directly proportional to the temperature in Kelvin scale. If V is the volume and T the temperature, then V by T will be a constant. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഇവിടെ ആരാണ് കോൺസ്റ്റന്റ്? സ്ഥിരമായിരിക്കുന്നത് പ്രഷറാണ്, മർദ്ദമാണ്. അപ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. വോളിയവും ടെമ്പറേച്ചർ താപനില ഇവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, നേർ അനുപാതത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ വരും? വി ബൈ ടി ഈക്വൽ എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ വി ബൈ ടി ഒരു സ്ഥിര സംഖ്യയായിരിക്കും. വി ബൈ ടി ഈക്വൽ എ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ വി ബൈ ടി ഒരു സ്ഥിര സംഖ്യയായിരിക്കും. വി വ്യാപ്തം, ടി ടെമ്പറേച്ചർ താപനില. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ് ഇറ്റ് വിൽ ബ്രസ്റ്റ്. വാട്ട് മേ ബി ദി റീസൺ ഫോർ ദിസ്? വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു. കാരണം എന്തായിരിക്കും? കാരണം വായു നിറച്ച ബലൂൺ നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചർ കൂടുന്നു അല്ലേ, താപനില വർദ്ധിക്കുന്നു. താപനില വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വോളിയം വ്യാപ്തവും വർദ്ധിക്കുന്നു. അപ്പോൾ ബലൂണിൻ്റെ സൈസ് കൂടുന്നു. അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്തോറും വോളിയം വ്യാപ്തവും കൂടുന്നു. അങ്ങനെയാണ് വായു നിറച്ച ബലൂൺ നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ അത് പൊട്ടുന്നത്. അപ്പോൾ ഇത് ഏത് ലോയ്ക്ക് റിലേറ്റഡ് ആണ്? ചാൾസ് നിയമം, ചാൾസ് ലോ ഓർത്ത് വെച്ചോണം. അതുപോലെ തന്നെ വായു നിറച്ച ബലൂൺ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് എന്താ റീസൺ? ചാൾസ് നിയമം തന്നെയാണ് അത് പറയുന്നത്, അല്ലെങ്കിൽ ചാൾസ് ലോ ആണ്. എന്താണ്? ടെമ്പറേച്ചർ കുറയുന്നു അല്ലേ. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അവിടെ എന്താണ്? ടെമ്പറേച്ചർ കുറയാണ്. ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം വ്യാപ്തവും കുറയുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ സൈസ് പിന്നീട് നോക്കുമ്പോൾ കുറഞ്ഞായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ വി ബൈ ടി ഈക്വൽ എ കോൺസ്റ്റൻറ്റ്, വി വൺ ബൈ ടി വൺ ഈക്വൽ വി ടു ബൈ ടി ടു, വി ടു ബൈ ടി ടു. ഈ ഇക്വേഷനും ഓർത്ത് വച്ചിരിക്കുക, 2/T2. അവഗാഡോസ് ലോയ്, അവഗാഡോ നിയമം. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ദി വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി നമ്പർ ഓഫ് മോളിക്യൂൾസ്. താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് 1 gram അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെൻറ്റ് കണ്ടെയ്ൻസ് 6.022 × 10⁻23 ആറ്റംസ്. ഈ 6.022 × 10⁻23 ആറ്റംസിനെയാണ് അവഗാഡോ നമ്പർ. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാണ് എൻ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 1 gram അറ്റോമിക മാസ് ഏത് മൂലം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6.022 × 10⁻23 ആയിരിക്കും. ഈ സംഖ്യ അവഗാഡോ സംഖ്യ എന്നറിയപ്പെടുന്നു. ഇതിനെ എൻ എന്ന് സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? ഇനി നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മാസ് ബൈ GAM ഓഫ് ദി എലമെൻറ്റ്. ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മാസ് ഗ്രാമിലെ ഡിവൈഡ് ബൈ മൂലകത്തിൻ്റെ GAM, ഗ്രാം അറ്റോമിക് മാസ് ചെയ്ത ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത മോളാർ വ്യാപ്തം, മോളാർ വോളിയം.
1 mole of any gas under the same conditions of temperature and pressure will contain the same number of molecules and hence their volume will also be the same. This is called molar volume of the gas. മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. അപ്പോൾ മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ ഒരു മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും, തുല്യമായതിനാൽ വ്യാപ്തവും വോളിയവും അവിടെ തുല്യമായിരിക്കും, സെയിം ആയിരിക്കും. ഇതിനെ വാതകങ്ങളുടെ മോളാർ വ്യാപ്തം, ദിസ് ഈസ് കോൾഡ് മോളാർ വോളിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 273 കെൽവിൻ ടെമ്പറേച്ചറിലും 1 അറ്റ്മോസ്ഫിയർ പ്രഷറിലും ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓർ STP എന്ന് പറയുന്നത്. 273 കെൽവിൻ താപനില, 1 ATM മർദ്ദം എന്നിവയെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ STP എന്ന് വിളിക്കുന്നത്. അതായത് at STP 1 mole of any gas will occupy a volume of 22.4 liter. This is called molar volume at STP എന്ന് പറയുന്നത്. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിൽ 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടാകും. ഒരു മോളിൽ ഏതൊരു STP സ്ഥിതി ചെയ്യുന്ന വാതകമായാലും ഒരു മോളിൽ അതിൽ 22.4 ലിറ്റർ വ്യാപ്തം വോളിയം ഉണ്ടായിരിക്കും. ഇതാണ് നമ്മൾ STPയിലെ മോളാർ വ്യാപ്തം എന്ന് പറയുന്നത്, മോളാർ വോളിയം മറ്റ് STP എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റി ശ്രേണി എങ്ങനെയാണെന്ന് നോക്കാം. റിയാക്ടിവിറ്റി സീരീസ് ക്രിയാശീല ശ്രേണി എങ്ങനെ നോക്കാം. ആദ്യം പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്. അപ്പോൾ ഇവരെല്ലാം ഡൈല്യൂട്ട് HCl-ലുമായിട്ട് നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ തരുന്നുണ്ട്. ആരൊക്കെ? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്. ഇനി ഡൈല്യൂട്ട് HCl-ലുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാത്തത്, ആദേശം ചെയ്യാത്ത ആരൊക്കെയാണ്? കോപ്പർ, സിൽവർ, ഗോൾഡ്. ഏറ്റവും അടിയിലുള്ള ഈ കോപ്പർ, സിൽവർ, ഗോൾഡ് CuAgAu ഇവർ നേർപ്പിച്ച ആസിഡുമായി ഡൈല്യൂട്ട് HCl-ലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനെ ആദേശം ചെയ്യില്ല, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുകയില്ല. അതുപോലെ തന്നെ CuSO4 സൊല്യൂഷൻ്റെ CuSO4 ലൈനിയുടെ നീല നിറത്തിന്, ബ്ലൂ കളറിന് കാരണം ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് Cu2+ അയോൺസ് ആണ്, Cu2+ അയോണുകളാണ്. വെൻ ദി സിങ്ക് റോഡ് ഇസ് ഡിപ്പ്ഡ് ഇൻ CuSO4 സൊല്യൂഷൻ, സിങ്ക് ദണ്ട് നമ്മൾ CuSO4 ലൈനിൽ മുക്കി വെച്ചപ്പോൾ ലൈനിലുള്ള Cu2+ അയോണുകൾ, ദി Cu2+ അയോൺസ് ഇൻ ദി സൊല്യൂഷൻ ഗെറ്റ് ഡിപ്പോസിറ്റഡ് അറ്റ് ദി സിങ്ക് റോഡ്. ലൈനിലുള്ള Cu2+ അയോണുകൾ Cu ആറ്റങ്ങളായി സിങ്ക് ദണ്ടിൽ പറ്റിപ്പിടിക്കുന്നു. സിങ്ക് റോഡ് ആ Cu ആറ്റംസ്. ഇത് കെമിക്കൽ റിയാക്ഷൻ, ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ്, രാസപ്രവർത്തനമാണ് ചൂടെ നൽകിയിരിക്കുന്നത്. Zn plus CuSO4 gives ZnSO4 plus Cu. ഇപ്പോൾ ബ്ലൂ കളറിന് കാരണം Cu2+ അയോൺസുകളാണ്. നമ്മളൊരു കോപ്പർ സൾഫൈഡ് സൊല്യൂഷനിലേക്ക്, കോപ്പർ സൾഫൈഡ് ലൈനിലേക്ക് സിങ്ക് റോഡ് മുക്കി വെക്കുകയാണെങ്കിൽ അതിലുള്ള Cu2+ അയോണുകൾ സിങ്ക് റോഡിൽ കോപ്പർ ആറ്റംസായിട്ട്, കോപ്പർ ആറ്റങ്ങളായിട്ടാണ് സിങ്ക് ദണ്ടിൽ പറ്റിപ്പിടിക്കുന്നത്. അതിൻ്റെ റിയാക്ഷനാണ് ഈ താഴെ തന്നിരിക്കുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് മെറ്റൽസ് ഹാവിങ് ഹൈ റിയാക്ടിവിറ്റി ഡിസ്പ്ലേസ് ദി മെറ്റൽ ഹാവിങ് ലെസ് റിയാക്ടിവിറ്റി ഫ്രം ദർ സാൾട്ട് സൊല്യൂഷൻ. ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലൈനിൽ നിന്ന്, സാൾട്ട് സൊല്യൂഷനിൽ നിന്ന് ആദേശം ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇത്തരം രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനം, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിച്ചതിനകത്ത് ഓക്സിഡേഷൻ റിഡക്ഷനും. അപ്പോൾ മെറ്റൽസ് വിത്ത് ഹയർ റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടിയ ലോഹത്തിനാണ് ഓക്സീകരണം, ഓക്സിഡൈസേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ലെസ്സർ റിയാക്റ്റീവ്, ക്രിയാശീലം കുറഞ്ഞ മെറ്റൽ ലോഹത്തിനാണ് അവിടെ റിഡക്ഷൻ, നിരോക്സീകരണവും സംഭവിക്കുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എല്ലാം റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ആദേശ രാസപ്രവർത്തനങ്ങളെല്ലാം റിഡോക്സ് പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഓക്സീകരണം, നിരോക്സീകരണം, ഓക്സിഡേഷൻ റിഡക്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഏത് ലോഹത്തിനാണോ ഹയർ റിയാക്ടിവിറ്റി അവർക്കായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഏത് ലോഹത്തിന്, മെറ്റലിനാണോ ലെസ്സർ റിയാക്ടിവിറ്റി, ക്രിയാശീലം കുറഞ്ഞത്, അവർക്കായിരിക്കും റിഡക്ഷൻ, നിരോക്സീകരണം നടക്കുന്നത്. അത് നോക്കി വേണം നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷനും എഴുതാൻ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും
ഇവിടെ എടുത്തിരിക്കുന്ന ലൈനിയിൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ക്രിയാശീലം കുറവായിട്ടുള്ള ലോഹത്തെ വേണം നമ്മൾ ഈ സൊല്യൂഷൻ ലൈനിയിൽ എടുക്കാൻ. നമ്മൾ ഇതിനകത്ത് ഇടുന്ന റോഡ് അല്ലെങ്കിൽ ദണ്ടെന്ന് പറയുന്നത് റിയാക്ടിവിറ്റി കൂടിയ ആളും ആയിരിക്കണം, ക്രിയാശീലം കൂടിയ ആളും ആയിരിക്കണം. എന്നാലേ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇട്ടിരിക്കുന്ന ദണ്ട് അല്ലെങ്കിൽ റോഡ് എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്, ലൈനി എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്, കോപ്പർ സൾഫേറ്റ് ലൈനിയാണ്. അതുകൊണ്ടാണ് ഇത് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. കാരണം കോപ്പർ 2+ അയോണുകൾ ഉണ്ടായതുകൊണ്ടാണ് അതിൽ ബ്ലൂ നിറം അല്ലെങ്കിൽ നീല കളർ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് നടക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും, ആദേശ രാസപ്രവർത്തനം നടക്കും. കാരണം മഗ്നീഷ്യത്തിനാണ് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി ക്രിയാശീലം കൂടുതൽ. മഗ്നീഷ്യത്തിനാണ് കോപ്പറിനേക്കാളും ക്രിയാശീലം കൂടുതൽ. അതുകൊണ്ട് ഇവിടെ ആദേശ രാസപ്രവർത്തനം നടക്കും. ഇനി ഇവിടെ നോക്കൂ, സിൽവറും കോപ്പർ സൾഫേറ്റുമാണ്. ദണ്ടായിട്ട് ഉപയോഗിച്ചത് സിൽവറാണ്. അപ്പോൾ സിൽവറിനേക്കാളും കൂടുതൽ ക്രിയാശീലം ആർക്കാണ് കൂടുതൽ? കോപ്പറിനാണ്. അപ്പോൾ ഇവിടെ ആദേശ രാസപ്രവർത്തനം നടക്കുമോ? ഇല്ല. അടുത്തത് മഗ്നീഷ്യവും ZnSO4 സൊല്യൂഷനും. മഗ്നീഷ്യത്തിനാണ് സിങ്കിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ ഇവിടെ എന്തായാലും ആദേശ രാസപ്രവർത്തനം നടക്കും. ഇനി അടുത്ത മഗ്നീഷ്യം AgNO3. Agയെക്കാളും ക്രിയാശീലം കൂടുതൽ, റിയാക്ടിവിറ്റി കൂടുതൽ മഗ്നീഷ്യത്തിനാണ്. അപ്പോൾ ഇവിടെ എന്തായാലും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം നടക്കും. ഇവിടെ അവസാനത്തേതിലാണെങ്കിൽ MgSO4 സൊല്യൂഷനും ദണ്ടെന്ന് പറയുന്നത് Cu ആണ്, കോപ്പറും ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കുമോ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം നടക്കുമോ? ഇല്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മഗ്നീഷ്യം ഇലക്ട്രോഡ് മഗ്നീഷ്യം SO4 സൊല്യൂഷനിൽ ലൈനിൽ മുക്കി വെക്കുകയാണെങ്കിലും അവിടെ റിയാക്ഷൻ നടക്കില്ല. നമ്മൾ സെയിം റോഡ് സെയിം സൊല്യൂഷനിൽ തന്നെ ലൈനിൽ തന്നെ മുക്കി വെക്കുകയാണെങ്കിലും അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം നടക്കുകയില്ല. അറ്റോമിക് നമ്പർ ഓഫ് മാഗ്നീസ് ഇസ് 25 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിക്കാനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും നോക്കിയായിരുന്നു, അതേപോലെയാണ് ഇതും എഴുതുന്നത്. അപ്പോൾ നോക്കാം, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5, 4s2, 3d5 എന്ന് വരും. മാഗ്നീസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2, 3d5 എന്ന് വരും. ഇനിയും പീരീഡ് നമ്പർ നോക്കാം. എത്ര ഷെല്ലുണ്ടോ ആ എണ്ണമാണ് പീരീഡിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ എത്ര ഷെല്ലുണ്ട്? 4 ഷെല്ലുണ്ട്. അപ്പോൾ പീരീഡ് നമ്പർ എത്രയാണ്? 4. ഇനി ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ്? അവസാനത്തെ ഡിയിലും എസിലുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 5 + 2 7, 5 + 2 7. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 7 ആണ്. ഗ്രൂപ്പ് നമ്പർ 7-ലുള്ളതാണ് ആരെന്ന്? മാഗ്നീസ്. ഇനി ഓർത്തോണം, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എവിടെ തൊട്ട് എവിടെ വരെ ഉള്ളൂ? 3 തൊട്ട് 12 വരെ ഉള്ളവരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെൻറ്റ്സ് ആണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കേസിൽ നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന അവസാനത്തെ ഡിയിലെയും എസിലെ ഇലക്ട്രോൺസ് കൂട്ടിയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. പിന്നെ എത്ര ഷെല്ലുണ്ടോയെന്ന് നോക്കൂ. ഇതിൽ തന്നെ നമുക്ക് നോക്കിയറിയാം, 1ൻ്റെ ഒരു ഷെല്ല്, 2ൻ്റെ ഷെല്ലുണ്ട്, 3ൻ്റെ ഷെല്ലുണ്ട്, 4ൻ്റെ ഷെല്ലുണ്ട്, അങ്ങനെ 4 ഷെല്ലുകളുണ്ട്. അപ്പോൾ എത്ര ഷെല്ലുണ്ടോ അത്രയും തന്നെയാണ് പീരീഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 4 ഷെല്ലാണെങ്കിൽ 4ആണ് പീരീഡ് നമ്പർ. ഓക്കെ, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും അവയെ വിളിക്കും. ഇപ്പോൾ എനർജി കൂടുന്നതനുസരിച്ച് സബ്ഷെല്ലുകളെ ക്രമീകരിക്കാൻ അടുത്ത ചോദ്യം 4p, 3p, 3d, 4s എന്ന്. നമുക്ക് ടെസ്റ്റിലുള്ളത് നോക്കാം. അപ്പോൾ 1s ആണ്, അത് കഴിഞ്ഞ് 2s, അത് കഴിഞ്ഞ് 2p കഴിഞ്ഞ് വരുന്നത് 3s ആണ്, 3s കഴിഞ്ഞ് 3p ആണ് വരുന്നത്, 3p കഴിഞ്ഞ് 4s ആണ് വരുന്നത്. അപ്പോൾ നോക്കിക്കോണം, 3p കഴിഞ്ഞാണ് 4s വരുന്നത്, 4s കഴിഞ്ഞാണ് 3d വരുന്നത്. അപ്പോൾ 4sനേക്കാൾ എനർജി കൂടുതലാണ് ആർക്ക്? 3dക്ക്. 3d കഴിഞ്ഞാണ് 4p വരുന്നത്.
അപ്പോൾ നമുക്ക് 3p 4s 3d 4p ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ ആദ്യം 3pയേക്കാൾ എനർജി കൂടുതൽ 4sനേക്കാൾ എനർജി കൂടുതൽ 3dക്കാണ്, 3dയേക്കാൾ എനർജി കൂടുതൽ 4pക്കാണ്. അപ്പോൾ 3p 4s 3d 4p. അപ്പോൾ ഈ ഒരു ഡയഗ്രാം ഒന്ന് നോക്കി വെച്ചിരിക്കണം. 1s കഴിഞ്ഞാൽ 2s, 2s കഴിഞ്ഞാൽ 2p ആണ്, 2p കഴിഞ്ഞാൽ 3s ആണ്, 3s കഴിഞ്ഞാൽ 3p ആണ്, 3p കഴിഞ്ഞാൽ നോക്കിക്കോളാം 4s ആണ് വരുന്നത്. 3pയേക്കാളും എനർജി കൂടുതൽ 4sനാണ്, എനർജി കൂടുതലാണ് 3dക്ക്. അത് കഴിഞ്ഞാണ് 4p വരുന്നത്. പിന്നെ 5s കഴിഞ്ഞാണ് പിന്നെ 4d വരുന്നത്. കണ്ടോ 4d. അത് കഴിഞ്ഞ് 5p കഴിഞ്ഞ് 6x ആണ് വരുന്നത്. 6x കഴിഞ്ഞിട്ടാണ് 4f വരുന്നത്. ശ്രദ്ധിച്ചോ? അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നോക്കാം. എങ്ങനെ വരും? 3p ഗ്രേറ്റർ ദാൻ 4s ഗ്രേറ്റർ ദാൻ 3d ഗ്രേറ്റർ ദാൻ 4p എന്നായിരിക്കും ഇൻക്രീസിങ് ഓർഡർ വരുന്നത്. മനസ്സിലായോ? 3p ഗ്രേറ്റർ ദാൻ 4s ഗ്രേറ്റർ ദാൻ 3d ഗ്രേറ്റർ ദാൻ 4p എന്നാണ് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, റൈറ്റ് ദി നെയിംസ് ഓഫ് 2 F ബ്ലോക്ക് എലമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ഫ്യൂവൽസ്. ന്യൂക്ലിയർ റിയാക്ടർ ഫ്യൂവലുകളായി ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്ന 2 F ബ്ലോക്ക് എലമെൻറ്റ്സുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് ഇന്ധനങ്ങളാണ് യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം. ഓർത്തോളുക, യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയമാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഇന്ധനമായിട്ട് ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയവുമാണ്. അടുത്തത് റൈറ്റ് ദി മോളിക്കുലർ മാസ് ഓഫ് NH3. NH3യുടെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനാണ്. നൈട്രജൻ്റെ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട് 14, ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പോൾ 14 പ്ലസ് ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 1 × 3, അങ്ങനെ നമുക്ക് 17 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ NH3യുടെ മോളിക്കുലർ മാസ് എത്രയാണ്? 17 ഗ്രാം. ഓക്കെ. അടുത്ത ചോദ്യം, റൈറ്റ് ദി പീരിയഡ് നമ്പർ ഓഫ് ലാന്തനോയിഡ്സ് ആൻഡ് ആറ്റിനോയിഡ്സ്. ആറ്റിനോയിഡ്സിൻ്റെയും ലാന്തനോയിഡ്സിൻ്റെയും പീരിയഡ് നമ്പർ ഏതാണ്? ലാന്തനോയിഡ്സിൻ്റെ 6th പീരീഡിലാണ് ലാന്തനോയിഡ്സ് കാണപ്പെടുന്നത്. ആറ്റിനോയിഡ്സ് 7th പീരീഡ്. 6ഉം 7ഉമാണ് ലാന്തനോയിഡ്സിൻ്റെ ആറ്റിനോയിഡ്സിൻ്റെ പീരീഡ് നമ്പർ. ലാന്തനോയിഡ്സ് കാണപ്പെടുന്നത് 6th പീരീഡിലും ആക്റ്റിനോയിഡ്സ് കാണപ്പെടുന്നത് 7th പീരീഡിലുമാണ്. ഓർത്തോളുക, ലാന്തനോയിഡ്സ് കാണപ്പെടുന്നത് 6th പീരീഡിലും ആക്റ്റിനോയിഡ്സ് 7th പീരീഡിലുമാണ് കാണപ്പെടുന്നത്. ഇവരെല്ലാം എന്താണ്? F ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സും F ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ലാന്തനോയിഡ്സ് 6th പീരീഡിലും ആക്റ്റിനോയിഡ്സ് 7th പീരീഡിലുമാണ്. അവർ 2 റോസ് ആയിട്ടാണ് കിടക്കുന്നത്. ഫസ്റ്റ് റോ ആണ് ലാന്തനോയിഡ്സ്, അതാണ് 6ാമത്തെ പീരീഡ്. ആക്റ്റിനോയിഡ്സ് എന്ന് പറയുന്നത് 2nd റോ ആണ്, അവരാണ് 7th പീരീഡ് എന്ന് പറയുന്നത്. F ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് കമ്മിങ് ആഫ്റ്റർ ലന്താനം. ലന്താനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സിനെയാണ് ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ആറ്റിനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സിനെയാണ് നമ്മൾ ആറ്റിനോയിഡ്സ് എന്നും വിളിക്കുന്നത്. ഇവരാണ് F ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇനി ഇതിൽ ഒരു കാര്യം ഓർത്തിരിക്കണം, ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദീസ് എലമെൻറ്റ്സ് ആർ ഫിൽഡ് അപ്പ് ഇൻ ദി ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല്. ഇവിടുത്തെ അവസാനത്തെ ഇലക്ട്രോൺസ്, ഈ മൂലകങ്ങളുടെ അവസാനത്തെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. ഓർത്തോളുക, ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദീസ് എലമെൻറ്റ്സ് ആർ ഫിൽഡ് അപ്പ് ഇൻ ദി ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ല്. ഓക്കെ. അപ്പോൾ ഇവർ F ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ലന്താനത്തിന് ശേഷം വരുന്നവരാണ് ലാന്തനോയിഡ്സ്. അവർ 6ാമത്തെ പീരീഡിലാണുള്ളത്. ആറ്റിനത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സിനെയാണ് ആറ്റിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അവർ 7th പീരീഡിൽ ഉള്ളവരാണ്. F ബ്ലോക്ക് എലമെൻറ്റ്സിൽ F ബ്ലോക്ക് മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം, ലാസ്റ്റ് ഇലക്ട്രോണ് ഫില്ലായിപ്പെടുന്നത് എവിടായിട്ടാണ്? ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലാണ് ഇലക്ട്രോൺ പൂരണം. F ബ്ലോക്ക് മൂലകങ്ങളിൽ, F ബ്ലോക്ക് എലമെൻറ്റ്സിൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഫില്ലാവുന്നത്. അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലാന്തനോയിഡ്സ് ആണ് 6th പീരീഡ്, ആക്റ്റിനോയിഡ്സ് ആണ് 7th പീരീഡ്. ഇവർ F ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്.
എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. അടുത്ത ചോദ്യം, റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Cu ഇൻ Cu2O. Cu2Oയിലുള്ള കോപ്പറിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ നോർമലായിട്ടുള്ള Cuവിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അത് 1s2 2s2 2p6 3s2 3p6 4s1 3d 10 ആണ്. കോപ്പർ 29 ആണ് അറ്റോമിക് നമ്പർ. ഇനി നമ്മൾ Cu2Oയിലുള്ളതാണ്. അപ്പോൾ Cuവിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. Cu2O ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കോപ്പറിൻ്റെ നമുക്ക് അറിയത്തില്ല, അതിന് എക്സ് എന്ന് വിളിക്കുന്നു. ഇവിടെ 2 കോപ്പർ ഉണ്ട്, അപ്പോൾ 2x പ്ലസ് -2 ഈക്വൽ 0 എന്ന് എഴുതുന്നു. 2x ഈക്വൽ -2 അപ്പുറത്ത് കൊണ്ടുവന്നു, അപ്പോൾ +2 ആണെന്നു ഈക്വൽ 2 എന്ന് കിട്ടുന്നു. x ഈക്വൽ 2/2, ഇവിടെ 2 ഇൻറ്റു എഴുതിയേക്കാണ്, അപ്പുറത്തോട്ട് കൊണ്ടുപോകും ഡിവൈഡ് ആവും. അങ്ങനെ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് +1 എന്ന് കിട്ടും. അപ്പോൾ ഇതനുസരിച്ച് വേണം നമ്മൾ ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പോൾ Cu പ്ലസ് അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഒരു ഇലക്ട്രോണ് എവിടെ നിന്ന് പോവും? 4sൽ നിന്നാണ് ഇലക്ട്രോൺ കളയേണ്ടത്. അല്ലാതെ നമ്മൾ പോയി 3D അവസാനം കിടക്കുന്നതെന്ന് വിചാരിച്ച് ഈ 3D 10ലുള്ള ഇലക്ട്രോണിനെ കളയരുത്. എനർജി കുറവിൻ്റെ കാരണം കൊണ്ടാണ് നമ്മൾ 4s ഫ്രണ്ടിൽ എഴുതി അതിനുശേഷം 3D 10 എഴുതിയത്. പക്ഷേ നമ്മൾ ഇലക്ട്രോണിനെ കളയുമ്പോൾ എവിടുന്ന് വേണം ആദ്യം കളയാൻ? 4sൽ നിന്ന് തന്നെ വേണം ഇലക്ട്രോണിനെ കളയുവാൻ. Cu പ്ലസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d 10 എന്ന് വരും. കാരണം ഒരു ഇലക്ട്രോൺ പോകും. അങ്ങനെ Cu2ലുള്ള Cuവിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d 10 വരും. ഇത് നമ്മൾ ഇവിടെ ഉള്ള കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അതിന് ശേഷം നമ്മൾ കോൺഫിഗറേഷൻ എഴുതി അതിൽ നിന്ന് ഇലക്ട്രോണിനെ നമ്മൾ കളയണം. അങ്ങനെയാണ് ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യം നോർമലായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് കോപ്പറിൻ്റെ 1s2 2s2 2p6 3s2 3p6 4s1 3d 10 എന്നാണ്. ഇവിടെ Cu2Oയിൽ Cuവിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടും. ആ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടേണ്ടത് 4s1ൽ നിന്നാണ് കളയേണ്ടത്. അപ്പോൾ 4s1ൽ നിന്ന് ഒരു ഇലക്ട്രോൺ കളഞ്ഞാൽ പിന്നെ Cu പ്ലസ് അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d 10 എന്നാണ് വരുന്നത്. D-block elements in the characteristics. D-block elements are those in which the last electron is filled in the d subshell of the penultimate shell. They are also known as transition elements. സംക്രമണ മൂലകങ്ങൾ എന്നാണ് ഡി ബ്ലോക്ക് എലമെൻസിനെ വിളിക്കുന്നത്. അവരെല്ലാം മെറ്റൽസ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം ലോഹങ്ങളാണ്. ദി ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ദി പെനൾട്ടിമേറ്റ് ഷെല്ല്. അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. ഡി ബ്ലോക്ക് എലമെൻസിൽ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്, എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത്. ഇവിടെ ഡി ബ്ലോക്ക് എലമെൻസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. ഇവയെല്ലാം ലോഹങ്ങളാണ്, മെറ്റൽസ് ആണ്. In the case of these elements, in the fourth period, the last electron is filled in 4s. ഈ എലമെൻറ്റ്സിൽ, ഈ മൂലകങ്ങളിൽ നാലാമത്തെ പീരീഡിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് 4sലാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്? 4s ആണ്. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ളവരെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ളവരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. എസും പിയും ഗ്രൂപ്പിനെയാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അവർ അവരുടെ റെസ്പെക്റ്റീവ് ഗ്രൂപ്പിൽ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. കാരണം ഒരേ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർ റെസ്പെക്റ്റീവ് ഗ്രൂപ്പ്, അതതായ ഗ്രൂപ്പിൽ അവർ സിമിലാരിറ്റി കാണിക്കുന്നത്. അത് എസും പിയും ഗ്രൂപ്പുകളിലും
സെയിം ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അവർ കാണിക്കുന്നത്. എസ് ആൻഡ് പി ഗ്രൂപ്പ്സിനെയാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. എസ് ഗ്രൂപ്പിലായാലും പി ഗ്രൂപ്പിലായാലും അവർ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഓരോ എലമെൻസിൻ്റെ കേസ് എടുത്താലും ഫില്ല് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർ സിമിലാരിറ്റി കാണിക്കുന്നത്. ബ്ലോക്ക് മൂലകങ്ങൾ, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്, അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലെ പെനൾട്ടിമേറ്റ് ഷെല്ല് ഡി സബ് ഷെല്ലിൽ നടക്കുന്നവയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവയെ സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. വേറെ സവിശേഷതകൾ, ഇവ ലോഹങ്ങളാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്, മെറ്റൽസ് ആണ്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പിലുള്ള ഷെല്ലിലാണ്. ഡി സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്, ബാഹ്യതമ ഷെല്ലിന് തൊട്ടു മുമ്പിലുള്ള ഷെല്ലിലാണ്. പെനൾട്ടിമേറ്റ് ഷെല്ല്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ പെനൾട്ടിമേറ്റ് ഷെല്ലിലും എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലുമാണ് നടക്കുന്നത്. 4ാം പീരീഡിൽ ഇത്തരം മൂലകങ്ങളുടെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഫോറസിലാണ്. ഇവ പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, എസും പി എന്നീ ബ്ലോക്കുകൾ ഉൾപ്പെടുന്ന പ്രാതിനിധ്യ മൂലകങ്ങൾ ഗ്രൂപ്പിൽ സാദൃശ്യം കാണിക്കുന്നു. കാരണം ഇവയിൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം ഒരുപോലെ ആയതുകൊണ്ടാണ്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ബാഹ്യത ഷെല്ലിൽ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ എന്ത് കാണിക്കുന്നത്, ഒരേപോലെ സാദൃശ്യം, സിമിലാരിറ്റി കാണിക്കാൻ കാരണം അവയുടെ ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെയാണ്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെല്ല്. അതുകൊണ്ടാണ് എസും പിയും എന്നീ ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന പ്രാതിനിധ്യ മൂലകങ്ങൾ ഗ്രൂപ്പിൽ സാദൃശ്യം, സിമിലാരിറ്റി കാണിക്കുന്നത്. കോപ്പർ എക്സിബിറ്റ്സ് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. വൈ? കോപ്പർ പല ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ, ഓക്സീകരണ അവസ്ഥകൾ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് കോമ്പൗണ്ട്സ് ഓഫ് ദി ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ കളേർഡ്. മിക്ക സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെൻറ്റ്സും കളേർഡ് ആണ്. എന്തുകൊണ്ട്? ഈ കോപ്പർ ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആണ്, ഒരു സംക്രമണ മൂലകമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. വെൻ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ, എസിലെയും പിയിലെയും മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ദി ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ ആർ ഇൻവോൾവ്ഡ്. ഇലക്ട്രോണുകൾ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. എന്തിന്? കെമിക്കൽ റിയാക്ഷനിൽ. ഏതിൽ? എസിലെയും പി ബ്ലോക്ക് എലമെൻറ്റ്സിലെയും, എസിലെയും പി ബ്ലോക്കിലെ മൂലകങ്ങളിൽ. ബട്ട് ഇൻ ദി കേസ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്, പക്ഷേ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ കേസിൽ, സംക്രമണ മൂലകങ്ങളുടെ കേസിൽ, ദി ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദി ഔട്ടർമോസ്റ്റ് എസ് സബ് ഷെൽ ആൻഡ് ദി പെനൾട്ടിമേറ്റ് ഡി സബ് ഷെൽ ഈസ് വെരി സ്മോൾ. പക്ഷേ ഔട്ടർമോസ്റ്റ് എസ് സബ് ഷെൽ, ബാഹ്യതമ ഷെല്ലിൽ ഇരിക്കുന്ന എസ് സബ് ഷെല്ലും അതുപോലെ തന്നെ പെനൾട്ടിമേറ്റ് ഡി സബ് ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ ചെറുതാണ്. Hence, under suitable condition, the electrons in D subshell also take part in chemical reaction. അതുകൊണ്ട് സൂട്ടബിൾ കണ്ടീഷനിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഡി സബ്ഷെല്ലിലുള്ളതും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അങ്ങനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് പല വ്യത്യസ്തമായ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. അപ്പോൾ എന്താണ്? എസും ബി എന്നീ ബ്ലോക്കിലെ മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണാണ് പങ്കെടുക്കുന്നത്. എന്നാൽ സംക്രമണ മൂലകങ്ങളുടെ ട്രാൻസിഷൻ എലമെൻറ്റ്സിലെ ബാഹ്യ ഷെല്ലിലെ എസ് സബ് ഷെല്ലിൻ്റെയും ഔട്ടർമോസ്റ്റ് എസ് സബ് ഷെല്ലിൻ്റെയും തൊട്ടടുത്തുള്ള ആന്തരിക ഷെല്ലിലെ ഡി സബ് ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ, പെനൾട്ടിമേറ്റ് ഡി സബ് ഷെല്ലിലെയും എനർജി ഡിഫറൻസ്, ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ, ഹെൻസ് സൂട്ടബിൾ കണ്ടീഷൻ, ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ട് ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എന്തിന് പങ്കെടുക്കും? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾക്ക്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് ചോദിച്ചാലും ഏതുത്തരം എഴുതിയാൽ മതി. ഇതാണ് സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ ഷെല്ലിൽ
എസ് സബ് ഷെല്ലിൻ്റെയും തൊട്ടടുത്തുള്ള ആന്തരിക ഷെല്ലിലെയും ഡി സബ് ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് സംഗ്രഹണ മൂലകങ്ങൾക്ക് വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഓക്സീകരണ അവസ്ഥ വ്യത്യസ്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു എലമെൻറ്റ് സംഗ്രഹണ മൂലകങ്ങൾ ഏതെങ്കിലും തന്നിട്ട് ട്രാൻസിഷൻ എലമെൻറ്റ് തന്നിട്ടായാലും ഈ ഉത്തരം എഴുതി വെച്ചാൽ മതിയാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംഗ്രഹണ മൂലകങ്ങൾ കളേർഡ് ആയിരിക്കുന്നത്? അവർ മിക്കവരും നിറമുള്ളവയാണ്. കാരണം അവയിലെ സംഗ്രഹണ മൂലകങ്ങളിലെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം. എന്താണ്? സംഗ്രഹണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം. എന്താണ്? സംഗ്രഹണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണം. ദി കളർ ഇസ് ഡ്യൂ ടു presence of transition metal ion present in these compounds. അപ്പം most of the colored salts are compounds of transition elements due to presence of transition metal ions. സംഗ്രഹണ മൂലകങ്ങളുടെ അയോണുകൾ സാന്നിധ്യം കൊണ്ട് ആണ് ഇവ നിറമുള്ളവയായിട്ട് കാണപ്പെടുന്നത്. ഇനി ഇതിനകത്തൊന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് MnCl2ൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ. അതിൽ Mnൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ MnCl2ലുള്ള Mnൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ. ഇപ്പോൾ MnCl2 എന്ന് വരുമ്പോൾ Mnൻ്റെ ചാർജ് നമുക്കറിയത്തില്ല, Clൻ്റെ നമുക്ക് ചാർജ് അറിയാം. എന്താണ്? -1 ആണ്. ഇവിടെ എത്ര Cl ഉണ്ട്? 2 ഉണ്ട്. അപ്പം -1 × 2. Mn അറിയാത്തതുകൊണ്ട് അതിനെ X എന്ന് വിളിക്കുന്നു. അപ്പം എങ്ങനെ വരും? X പ്ലസ് -1 × 2 -2 ഈക്വൽ 0 എന്ന് വരും. ഈക്വൽ 0. അപ്പോൾ എക്സ് ഈക്വൽ -2 അപ്പുറത്ത് പോകുമ്പോൾ +2 ആവും. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് MnCl2ലെ Mnൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ Mnൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. നോർമലായിട്ടുള്ളത് എങ്ങനെയാണ്? 1s2 2s2 25 അറ്റോമിക് നമ്പർ, 2p6 3s2 3p6 4s2 3d5. അപ്പോൾ ഇവിടെയുള്ള Mnൻ്റെ ഓക്സീകരണ അവസ്ഥ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +2. അപ്പോൾ 2 ഇലക്ട്രോൺസ് പോവും. 2 ഇലക്ട്രോൺസ് ആദ്യം എവിടെ നിന്നാണ് പോകുന്നത്? 4s നിന്നാണ് നമ്മൾ ആദ്യം ഇലക്ട്രോൺസിനെ കളയേണ്ടത്. എവിടെ നിന്നാണ്? 4s നിന്ന്. 3d അവസാനം കിടക്കുന്നതെന്ന് വിചാരിച്ച് നമ്മൾ ഇലക്ട്രോൺസ് ഇവിടുത്തെ 5 ഇലക്ട്രോൺസിൽ നിന്നല്ല കളയേണ്ടത്. ആദ്യം ഇലക്ട്രോൺസിനെ കളയുക 4s നിന്നാണ്. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d5. കാരണം 4sലുള്ള 2 ഇലക്ട്രോൺ ആണ് പോയത്. അങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത്. ഇനി MnO2ൻ്റെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. +4 ആണ് MnO2ലുള്ള Mnൻ്റെ ഓക്സീകരണ അവസ്ഥ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് ആദ്യം 2 ഇലക്ട്രോൺസ് എവിടെ നിന്ന് പോകും? 4s നിന്ന് 2 ഇലക്ട്രോൺസ് പോകും. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺസ് പോകാനുണ്ട്? 2 ഇലക്ട്രോൺസ് പോകാനുണ്ട്. അതെവിടെ നിന്ന് പോകും? പിന്നീടാണ് 3d കയറുന്നത്. അപ്പോൾ ബാക്കി 3d3 എന്നാകും. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 3d3 എന്ന് വരും. 3d 2 ഇലക്ട്രോൺ പോയി. അപ്പോൾ 3d3. അപ്പോൾ ഈ കേസിൽ ആലോചിക്കുക, ആദ്യം 4s നിന്ന് ഇലക്ട്രോൺ കളഞ്ഞിട്ടേ നമ്മൾ 3dയിലേക്ക് കയറാവൂ. 3d അവസാനം എഴുതിയിരിക്കുന്നതെന്ന് വിചാരിച്ച് നമ്മൾ 3dയിലുള്ള ഇലക്ട്രോൺ ആദ്യം കളയരുത്. ആദ്യം 4sലുള്ള ഇലക്ട്രോൺ കളഞ്ഞിട്ട് ശേഷം മാത്രമേ ബാക്കി ഇലക്ട്രോൺസ് 3d നിന്ന് മാറ്റി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാവൂ. അപ്പോൾ റൈറ്റ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് Mn in Mn2O7.
ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ഓർത്തോളൂ, -2 ആണ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇത് നോക്കാം, Mn2O7. Mn-ൻ്റെ നമുക്കറിയത്തില്ല, അതിന് എക്സ് എന്ന് വിളിക്കുന്നു. ഇവിടെ 2 Mn ഉണ്ടായിട്ട് 2x എന്ന് വിളിക്കുന്നു. ഓക്സിജൻ -2 ആണ്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ × 7 എന്നും കൂടെ വരും. ഇപ്പോൾ കണ്ടുപിടിക്കാം. 2x പ്ലസ് -2 × 7 = 0. 2x = +14 എന്ന് വരും. 2x = +14. കാരണം -2 × 7 14 ആണ്. അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് +14 ആവും. x = 14/2 = +7 എന്ന് വരും. അപ്പോൾ മാഗ്നീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എത്ര ആണ്? +7 ആണ്. +7 ആണ്. ഓക്കെ, അടുത്ത് റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫെറിക് അയൺ. ഫെറിക് അയണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ അതിന് ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഫെറസ് ക്ലോറൈഡ് എന്ന് പറയുന്നത് FeCl2 ആണ്. ഫെറസ് ക്ലോറൈഡ് എന്ന് പറയുന്നത് FeCl2 ആണ്. ക്ലോറിൻ്റെത് -1 ആണ് ഓക്സിഡേഷൻ നമ്പർ. എക്സിൻ്റെ നമുക്കറിയത്തില്ല, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? x + -1 × 2 -1 × 2 = 0 എന്ന് വരും. =0. അപ്പോൾ -1 × 2 -2 ആണ്. അപ്പോൾ x = +2 എന്ന് വരും. -2 അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് +2. അപ്പോൾ ഫെറസ് അയൺ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് എടുക്കേണ്ടത്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എടുക്കേണ്ടത്. +2 ആണ് ഫെറസ് അയൺ. സെയിം ഫെറിക് ക്ലോറൈഡ് നോക്കാം. -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ. ദെൻ x + -1 × 3 ആണ്. ക്ലോറിന് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഫെറിക് ക്ലോറൈഡ് × 3 = 0. അപ്പോൾ ഇവിടുത്തെ x എന്ന് പറയുന്നത് എത്രയാണ്? +3 ആണ്. എത്രയാണ്? +3. ഇപ്പോൾ ഫെറസ് അയൺ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ നോർമൽ അയണിൻ്റെ കോൺഫിഗറേഷൻ എഴുതുക. +2 2 ഇലക്ട്രോണിനെ കളയുക. ഫെറിക് അയൺ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അയണിൻ്റെ Feയുടെ എഴുതുക. +3 3 ഇലക്ട്രോണെ വേണം ഫെറിക് അയണിൽ നിന്ന് കളയാൻ. ഇപ്പോൾ ഫെറിക് അയൺ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോണാണ് പോകുന്നത്. Fe3+ അയോൺ ആണ് ഫെറിക് അയോൺ എന്ന് പറയുന്നത്. ഫെറസ് അയോൺ എന്ന് പറയുമ്പോൾ +2 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും കോൺഫിഗറേഷൻ? Feയുടെ അറ്റോമിക് നമ്പർ 26 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d6 4s2. ഇതാണ് അയണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതാണ്. അപ്പോൾ ഫെറിക് അയോൺ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫെറിക് അയോൺ ആണെങ്കിൽ Fe3+ ആണ്. എന്ന് വെച്ചാൽ 3 ഇലക്ട്രോണ് നഷ്ടപ്പെടും. ഫെറിക് അയോൺ ആണെങ്കിൽ Fe3+. ഫെറിക് അയോണാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ്? ആദ്യം 4s നിന്ന് കളയുക, പിന്നീടാണ് 3Dയിലേക്ക് കയറുന്നത്. അപ്പോൾ 4sലുള്ള 2 ഇലക്ട്രോൺ പോവും, 3Dയിലുള്ള 1 ഇലക്ട്രോണും പോവും. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 3d5 എന്ന് വരും. 3d5 എന്ന് വരും. 3d5. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ 1s2 2s2 2p6 3s2 3p6 3d5 എന്നാണ് വരുന്നത്. കാരണം 3 ഇലക്ട്രോൺ ആണ്. ഫെറിക് അയോണിൻ്റെ കേസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Feയുടെ 3+ ആണ്. അപ്പോൾ നഷ്ടപ്പെടുന്നത് 3 ഇലക്ട്രോൺ ആണ്. അങ്ങനെയാണ് Fe3+ൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d5 എന്ന് വരും. ഇത്
നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അയണിൻ്റെ ഇത് എഴുതിയേക്കുന്നത്. 3 ഇലക്ട്രോണിനെ ഫെറിക് അയോൺ ആണെങ്കിൽ അവസാനം 3d5 എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഫെറസ് അയൺ ആണെങ്കിൽ എന്താ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടും. അപ്പോൾ എന്താണ് ഫോറസിലുള്ള 2 ഇലക്ട്രോൺ നഷ്ടപ്പെടും. ബാക്കി എത്ര വരും? 1s2 2s2 2p6 3s2 3p6 3d6 വരെ വരും. ഫെറസ് അയൺ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ. അപ്പം മനസ്സിലായോ? ഫെറിക് അയണും ഫെറസ് അയണിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ഫെറിക് അയൺ ആണെങ്കിൽ +3 ആണ്, ഫെറസ് അയൺ ആണെങ്കിൽ +2 ആണ്. Feയുടെ അറ്റോമിക് നമ്പർ 26 ആണ്. അടുത്ത ചോദ്യമായിരുന്നു എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംഗ്രഹണ മൂലകങ്ങളുടെ പീരീഡിലും അതുപോലെ തന്നെ ഗ്രൂപ്പിൽ എന്തുകൊണ്ടാണ് അവർ സിമിലർ പ്രോപ്പർട്ടീസ് ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ദി ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ട്രാൻസിഷൻ എലമെൻറ്റ്സ് സംഗ്രഹണ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോണിക് വിന്യാസം ഒരേ ഗ്രൂപ്പിലും പീരീഡിലും സാധാരണ ഒരുപോലെയാണ്. ജനറലി സെയിം ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. ഗ്രൂപ്പിലും പീരീഡിലും സംഗ്രഹണ മൂലകങ്ങളുടെ ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരുപോലെയാണ്, സെയിം ആണ്. ബാഹ്യതമ ഇലക്ട്രോണിക് വിന്യാസം സെയിം ആയതുകൊണ്ടാണ് അവർ പീരീഡിലും ഗ്രൂപ്പിലും ഒരേ പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണം. അപ്പോൾ എസ് ബ്ലോക്കിൽ വരുന്നതാണ് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. ഫസ്റ്റ് ഗ്രൂപ്പ് ആൾക്കാരും സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസുമാണ് ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്നവർ. അവരുടെ വാലൻസി 1ഉം 2ഉം ആയിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ വാലൻസി 1 ആയിരിക്കും, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ വാലൻസി 2 ആയിരിക്കും. എസ് ബ്ലോക്ക് എലമെൻസിൽ ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്ന എലമെൻസിനെല്ലാം വാലൻസി 1 ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പ് വരുന്ന എല്ലാ എലമെൻസിനും എന്തായിരിക്കും വാലൻസി അല്ലെങ്കിൽ സംയോജകത 2 ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്, അതിൻ്റെ വാലൻസി 1 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? +1 ആയിരിക്കും. ഒരു ഇലക്ട്രോണിനായിരിക്കും വിട്ടു കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിൾ എങ്ങനെ വരും? X+ എന്ന് എഴുതാം നമുക്കല്ലേ, X+. ഒരു ഇലക്ട്രോണില്ല, അല്ലെങ്കിൽ 1+ എന്ന് എഴുതാം, X+ എന്ന് എഴുതാം, X+. ഇനി അതിൻ്റെ കെമിക്കൽ ഫോമിൽ ഓക്സൈഡുകളുടെ രാസസൂത്രം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം നമ്മൾ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ചേർന്നുള്ളതെന്ന് അറിയാമല്ലോ. ആ 2 എലമെൻസും എഴുതുക. അതിനുശേഷം അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുക. എക്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഏതൊരു എലമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും? +1 ആയിരിക്കും. അവരെന്താ ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാനാണ് എപ്പോഴും സാധ്യത, സ്റ്റേബിളാവാൻ, സ്ഥിരതയാവാൻ. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം -2 ആണ്. എന്നിട്ട് ഇനി കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇവരുടെ ഇതുപോലെ എഴുതിയ ശേഷം ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? എക്സിന് 2 വരും, അത് താഴെയാണ് നമ്മൾ എഴുതുന്നത്. ഓയ്ക്ക് 1 വരും. അപ്പോൾ ഒന്ന് എഴുതിയാൽ മതി, X2O എന്ന് രാസസൂത്രം വരും. ഇനി വൈയുടെ നമുക്ക് എഴുതി നോക്കാം. വൈ എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന ഒരു എലമെൻ്റ് ആണെന്ന് വെച്ചോ, ഒരു മൂലകമാണ്. അതിന് വാലൻസി 2 ആണ്, അതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരിക്കും. അപ്പോൾ Y2+ എന്ന് എഴുതാം. ഇതുപോലെ നമുക്ക് എഴുതാമല്ലോ, വൈയും ഓക്സിജനും. വൈൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്, ഓക്സിജൻ്റെ -2 ആണ്. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. അപ്പോൾ Y2O2. ഇനി നമ്മൾ താഴെ രാസസൂത്രം എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കെമിക്കൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ഇടത്തില്ല, ജസ്റ്റ് നമ്പർ മാത്രമേ എഴുതത്തുള്ളൂ. Y2O2 ഈ രണ്ടും എന്താണ്? ഒരേ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അവരെ സിംപ്ലിഫൈ ചെയ്യാമല്ലോ, /2 വെച്ച് ചെയ്യാം. അപ്പോൾ കെമിക്കൽ ഫോമിൽ എങ്ങനെ വരും? YO എന്ന് വരും. രാസസൂത്രം എങ്ങനെ വരും? YO എന്ന് വരും. കാരണം /2 വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 2/2 1 ആവും. ഇവിടെയും 2/2 1 ആവും സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഓക്സൈഡുകളുടെ രാസസൂത്രം എങ്ങനെ വരും? അതിൻ്റെ കേസിൽ YO എന്ന് വരും, ഇവിടെ X2O എന്നും വരും. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്താണ്? നിശ്ചിത വാലൻസിയും ഓക്സീകരണ അവസ്ഥയും കാണിക്കുന്നവയാണ് ആരെന്ന് പറയുന്നത്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡ് ഓഫ് പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും ഇടത്ത് ഭാഗത്തായിട്ട് കിടക്കുന്നവയാണ് ആരെന്ന് പറയുന്നത്? ലെഫ്റ്റ് സൈഡിൽ. ഓർത്തോളൂ, എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആൾക്കാരെയാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉമാണ് ഉൾപ്പെടുന്നത്.
എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്? മോർ മെറ്റാലിക് ആറ്റർ, ലെസ് അയണൈസേഷൻ എനർജി, ലെസ് ഇലക്ട്രോണെഗറ്റിവിറ്റി. എസ് ബ്ലോക്ക് എലമെന്റ്സ്, എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് മോർ മെറ്റാലിക് ആറ്റർ, ലോഹ സ്വഭാവം കൂടുതലാണ്, അയണൈസേഷൻ എനർജി കുറവാണ്, ഇലക്ട്രോണെഗറ്റിവിറ്റിയും കുറവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു 2-3 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഏതിനാണ് അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ എന്ന് ചോദിച്ചാൽ എസ് ബ്ലോക്കിലുള്ള എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുന്നത്, അല്ലെങ്കിൽ മോർ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. അയണൈസേഷൻ എനർജിയും ഇലക്ട്രോണെഗറ്റിവിറ്റി കുറവും കാണിക്കുന്നത്, അയോണീകരണ ഊർജ്ജവും ഇലക്ട്രോണെഗറ്റിവിറ്റിയും കുറവ് കാണിക്കുന്നതും എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു സവിശേഷതകൾ നമ്മൾ പഠിച്ചിരിക്കണം. അടുത്തത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ളവരെയാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അവർ എക്സ്ട്രീം റൈറ്റ് കിടക്കുന്നവരാണ്. പീരിയോഡിക് ടേബിളിൽ എക്സ്ട്രീം റൈറ്റ് ഏറ്റവും വലത്തുഭാഗത്തായിട്ട് കിടക്കുന്നവയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഔട്ടർമോസ്റ്റ് സബ്ഷൽ കോൺഫിഗറേഷൻ, ബാഹ്യതമ ഷെല്ലിലെ സബ്ഷൽ ഘടന എഴുതുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷെല്ലിലായിരിക്കും വന്ന് കയറിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇവർ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരിൽ എത്ര ഇലക്ട്രോൺസ് ആണ് പിയിലിരിക്കുന്നത് അതിൻ്റെ കൂടെ 12 കൂട്ടിയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 ഇതിൻ്റെ കൂടെ 12 കൂട്ടുമ്പോൾ 1 + 12 13 ഗ്രൂപ്പിലാണെന്ന് കണ്ടുപിടിക്കാം. അവസാനം 2p2 എന്നാണ്. 2ൻ്റെ കൂടെ 12 കൂട്ടിയാൽ 14ാമത്തെ ഗ്രൂപ്പിലാണ് ഇവരെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ ഏത് ഗ്രൂപ്പിലാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് വരുന്ന ആൾക്കാരിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പിയിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിൻ്റെ കൂടെ 12 കൂടെ കൂട്ടിയാൽ ഏത് ഗ്രൂപ്പിലാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നൈട്രജൻ നോക്കുക. നൈട്രജൻ 2s2 2p3 അവസാനത്തെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷൽ ഘടനയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2p3 3 ആണല്ലേ. പി ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ 3 + 12 15. അപ്പോൾ നൈട്രജൻ ഏത് ഗ്രൂപ്പിൽ വരുന്നു? 15ാമത്തെ ഗ്രൂപ്പിൽ വരുന്നു. ഇനി നിയോണിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ 6 ആണ്. അപ്പോൾ 6 + 12 18 എന്ന് വരുന്നു. മനസ്സിലായോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്? ഇപ്പോൾ മനസ്സിലായോ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്? നമ്മളെ പി സബ്ഷെല്ലുള്ള ഇലക്ട്രോൺസ് നോക്കുക, അതിൻ്റെ കൂടെ 12 കൂട്ടുമ്പോൾ ഏത് ഗ്രൂപ്പിലാണ്, പി ബ്ലോക്കിലെ ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ എക്സ്ട്രീം റൈറ്റിൽ വലതുഭാഗത്തായിട്ട് കിടക്കുന്ന 14 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പുകാരെയാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അതിനകത്ത് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോബിൾ ഗ്യാസസ് ഉണ്ട്. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നതിനകത്ത് മെറ്റലുകാരുണ്ട്, മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോബിൾ ഗ്യാസസ് ഉണ്ട്. എസ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫുൾ മെറ്റാലിക് ആറ്റം, മെറ്റൽ സ്വഭാവം, ലോഹ സ്വഭാവം കാണിക്കുന്നവർ മാത്രമേ ഉള്ളൂ. പക്ഷേ പി ബ്ലോക്ക് മൂലകങ്ങളിൽ ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, ഉത്കൃഷ്ട മൂലകങ്ങളുണ്ട്. ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, ഉത്കൃഷ്ട മൂലകങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന എലമെൻറ്റ്സ് സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റ്സിൽ റൂം ടെമ്പറേച്ചറിൽ നിലനിൽക്കുന്നവരും കൂടിയാണ്. സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങളും ഇതിൽ ഉൾപ്പെടും. അപ്പോൾ പി ബ്ലോക്കിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലും ഉൾപ്പെടുന്ന മൂലകങ്ങളും ഉണ്ട്. ഏതിൽ? പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ, സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റ്സിൽ. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് ഹയർ അയണൈസേഷൻ എനർജി. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനേക്കാളും അയണൈസേഷൻ എനർജി കൂടുതൽ കാണിക്കും, ഉയർന്ന അയോണീകരണ ഊർജം കാണിക്കുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനേക്കാളും പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ പി ബ്ലോക്ക് മൂലകങ്ങൾക്കാണ് ഉയർന്ന അയോണീകരണ ഊർജം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവയ്ക്കായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലാക്കിയാൽ അവയ്ക്കായിരിക്കും, നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്കായിരിക്കും ഹയർ അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജ്ജം കൂടുതലുള്ളത് പി ബ്ലോക്ക് മൂലകങ്ങൾക്കായിരിക്കും. പി ബ്ലോക്ക് മൂലകങ്ങൾക്കായിരിക്കും അയോണീകരണ ഊർജ്ജം കൂടുതലായി കാണപ്പെടുന്നത്.
അതുപോലെ തന്നെ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി പി ബ്ലോക്കിനാണുള്ളത്. അപ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങൾക്കാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലും. അത് ഫ്ലൂറിനാണ് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്നത്. ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന ആരാണ്? ഫ്ലൂറിനാണ്. ഇനി താഴെ തന്നിരിക്കുന്ന ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സും വൈയും നോട്ട് റിയൽ ആയിട്ടുള്ള എലമെൻ്റ് അല്ല, അത് ജസ്റ്റ് നമുക്ക് എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്ന 2 എലമെൻ്റ് ആണെന്ന് വെച്ചോ, എക്സും വൈയും. അവരുടെ ബാഹ്യതമ ഇലക്ട്രോണിക് വിന്യാസം തന്നിട്ടുണ്ട്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2xൻ്റെയും വൈയുടെ 3s2 അപ്പോൾ 1sലും 2sലും 2pയിലും അവർക്ക് ഉൾക്കൊള്ളാവുന്ന എല്ലാ ഇലക്ട്രോൺസും ഫില്ല് ചെയ്തിട്ടാണ് 3യിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എഴുതാം 1s2 2s2 2p6 3s2. അത്രയാണ് എക്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ ഇസഡ് ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? ഇതെല്ലാം കൂടെ കൂട്ടുക. 6ഉം 4ഉം 10 12 എന്നാണ് എക്സിൻ്റെ അറ്റോമിക് നമ്പർ. ഏത് പീരീഡിൽ വരുന്നു അതിന് നോക്കേണ്ടത് എത്ര ഷെല്ലുണ്ടെന്ന് നോക്കാം. 1ലുള്ള ഷെല്ലുണ്ട്, 2വിലുള്ള ഷെല്ലുണ്ട്, 3യിലുള്ള ഷെല്ലുണ്ട്. അപ്പോൾ 3 ഷെല്ലുണ്ട് അല്ലേ? അപ്പോൾ പീരീഡ് നമ്പർ എത്രയാണ്? 3 ആണ്. ഷെല്ലുകളുടെ എണ്ണം നോക്കിയാണ് പീരീഡ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ്? പീരീഡ് നമ്പർ 3 ആണ്. ഇനി ഗ്രൂപ്പ്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണ് കയറിയിരിക്കുന്ന എസ് സബ്ഷെല്ലാണ്. അപ്പോൾ ഏത് ഗ്രൂപ്പിലാണ്? സെക്കൻഡ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഇനി ഏത് ബ്ലോക്കിലാണ് കാണപ്പെടുന്നത് എന്നാണ്. ഏതാണ്? എസ് ബ്ലോക്ക്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന് ഏത് സബ്ഷെല്ലാണ്? എസ് സബ്ഷെല്ലാണ്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻ്റ് ആണത്. ഇനി അടുത്തത് ഇത് എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p5. അറ്റോമിക് നമ്പർ 17 ആണ്. കൂട്ടി നോക്കി നമുക്കറിയാം 6 4 10 5 15 + 2 17 ആണ് അറ്റോമിക് നമ്പർ. പീരീഡ് നോക്ക്, ഇവിടെ എത്ര സബ്ഷെല്ലുണ്ട്? 3 എണ്ണേ ഉള്ളൂ. 1ലുണ്ട്, 2വിലുണ്ട്, 3യിലുണ്ട്. 3 സബ്ഷെല്ല്. പീരീഡ് 3 ആണ്. സബ്ഷെല്ലിൻ്റെ എണ്ണം നോക്കിയാണ് നമ്മൾ എത്രാമത്തെ പീരീഡിലാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, 1ലുണ്ട് ഇലക്ട്രോൺസ്, രണ്ടാമത്തെ സബ്ഷെല്ലിലുണ്ട് ഇലക്ട്രോൺസ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ എസ്സിലും പിയിലും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എണ്ണം 3 ആക്കി എടുക്കരുത്. അതെന്താണ്? ഒരുമിച്ച് വേണം എടുക്കാൻ. 2ലുണ്ട്, മൂന്നാമത്തെ സബ്ഷെല്ലിലുണ്ട്. അപ്പോൾ പീരീഡ് എന്താണ്? 3. ഗ്രൂപ്പ് ഏതാണ്? പി സബ്ഷെല്ലാണ് അവസാനത്തെ ഇലക്ട്രോൺ കയറിയിരിക്കുന്നത്. അവിടെയുള്ള ഇലക്ട്രോൺസ് 5 ആണ്. ഇപ്പോൾ പി ബ്ലോക്കിലാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? 5ൻ്റെ കൂടെ 12 കൂട്ടണം. അപ്പോൾ ഇവർ ഏത് ഗ്രൂപ്പിൽ വരുന്നു? 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നവരാണ് വൈ എന്ന് പറയുന്നത്. ഇനി ഏത് ബ്ലോക്കിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അവസാനത്തെ ഇലക്ട്രോൺ പി സബ്ഷെല്ലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ബ്ലോക്കിലാണ്? പി ബ്ലോക്കിലാണ് കാണപ്പെടുന്നത്. ഇത് എഴുതിയത് മനസ്സിലായോ? എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്, പൂർണ്ണമായുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അതിൽ നിന്ന് അറ്റോമിക് നമ്പർ, പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പോൾ അറ്റോമിക് നമ്പർ അവരുടെ എല്ലാ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടെ കൂട്ടിയാൽ നമുക്ക് അറ്റോമിക് നമ്പർ കിട്ടും. ഇനി പീരീഡ് ആണെങ്കിൽ എത്ര ഷെല്ലുണ്ടെന്ന് നോക്കുക. 1 2 3 ഷെല്ലുണ്ട്. അപ്പോൾ പീരീഡ് 3 ആണ്. ഷെല്ലുകളുടെ എണ്ണം അനുസരിച്ചാണ് പീരീഡ് നമ്പർ ഇടുന്നത്. ഗ്രൂപ്പ് നോക്കുന്നത് എസ് ബ്ലോക്ക് എലമെൻസിലാണ്. അതിൻ്റെ വാലൻസി തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. എസ് ബ്ലോക്ക് എലമെൻസിൽ അതിൻ്റെ വാലൻസി തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ് ഇരിക്കുന്നത്. അത് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഗ്രൂപ്പോ 2 ആണ്. ഇനി ഇവിടെ 3s1 ആയിരുന്നെങ്കിൽ അത് ഏത് ഗ്രൂപ്പിൽ വന്നേനെ? ഫസ്റ്റ് ഗ്രൂപ്പിൽ വന്നേനെ. മനസ്സിലായോ? അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻസിൽ വാലൻസി തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. 2 1 ആണ്. ആ 2 1 തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പറായിട്ട് വരുന്നത്. ഇനി നോക്കുക ബ്ലോക്ക് ഏതാണെന്ന്. അപ്പോൾ ബ്ലോക്ക് ഏതാണ്? എസ് സബ്ഷെല്ലാണ് ഇലക്ട്രോൺസ് അവസാനത്തെ ഇലക്ട്രോൺ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇവിടെ നോക്കൂ, പിയിലാണ് അവസാനത്തെ ഇലക്ട്രോൺസ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇനി ഇവിടുത്തെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് പി ബ്ലോക്കിലുള്ള ഇലക്ട്രോൺസിൻ്റെ കൂടെ 12 കൂടെ കൂട്ടിയാണ് പി ബ്ലോക്കിലുള്ള ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഷെല്ലിൻ്റെ എണ്ണം സെയിം തന്നെയാണ്. എത്ര ഷെല്ലുണ്ടെന്ന് നോക്കുക. 1 2 3. അപ്പോൾ പീരീഡ് നമ്പർ 3. അങ്ങനെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഈച്ച് എലമെൻറ്റ് ഹാസ് വാലൻസി 1. ഇത് സംയോജകത 1 ആയ മൂലകം ഏതാണ്? നോക്കൂ, ഏതാണ്? 2 8 7 എന്നാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൻ്റെ 2 8
2 സംയോജകത 1 വരുന്ന ആരുടെ കേസിലാണ്? വൈയുടെ കേസിലാണ്. വിച്ച് എലമെന്റ് ഷോസ് മെറ്റാലിക് ക്യാരക്ടേഴ്സ്? ലോ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ്? എസ് ബ്ലോക്ക് എലമെന്റ്സിലാണ് ലോ സ്വഭാവം കൂടുതലും നമ്മൾ പഠിച്ചു. അപ്പോൾ ഏത് എലമെന്റ് ആണ് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത്? എക്സ്. എസ് ബ്ലോക്ക് എലമെന്റ് ആരായിരുന്നു? എക്സ് ആയിരുന്നു. വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി? അയോണീകരണ ഊർജ്ജം കൂടിയ മൂലകം ഏതാണ്? ആർക്കാണ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ളത്? പി ബ്ലോക്ക് എലമെന്റ്സ്. അത് ഇതിൽ ആരാണ്? വൈ. റൈറ്റ് ദി കെമിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ ചേർന്നുള്ള രാസസൂത്രം എഴുതാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. എക്സിൻ്റെ ആണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതാണ് അതിന് നല്ലത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +2. വൈയുടെ കേസിൽ 287 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്. അപ്പോൾ ഒരു ഇലക്ട്രോണിന് വാങ്ങുന്നതാണ് അതിന് സ്ഥിരത നേടാൻ, സ്റ്റേബിൾ ആവാൻ എളുപ്പം. അപ്പോൾ അതിൻ്റെ എന്താണ്? -1 ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 2 വൈക്ക് പോകും, എക്സിന് 1. അപ്പോൾ XY2 എന്ന് വരും. XY2 എന്ന് വരും അതിൻ്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം എന്ന് വരുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? ആദ്യം നമ്മൾ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടെ എഴുതി വെക്കുക. അതിന് ശേഷം നമുക്ക് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഓരോന്നായി ചെയ്യുക. അപ്പോൾ വാലൻസിയൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ബ്ലോക്ക് ഏതാണെന്ന് കണ്ടുപിടിച്ചാലും മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ കാണിക്കുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഹയസ്റ്റ് അയണൈസേഷൻ എനർജിയും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റിയും കാണിക്കുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇനി കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ച ശേഷം എത്ര ഇലക്ട്രോൺസിനെയാണ് വിട്ടുകൊടുക്കുന്നത് സ്റ്റേബിൾ ആവാൻ, എത്ര ഇലക്ട്രോൺസിനെയാണ് വാങ്ങുന്നത് സ്ഥിരത നേടാൻ, അത് അതിൻ്റെ മണ്ടയിൽ എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനും സാധിക്കും.